ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ പഫ്സ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ഷേപ്പിലൊക്കെ ഉള്ള ഒരു ചിക്കൻ പഫ്സ്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു പഫ്സാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പഫ്സ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. പിന്നെ പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റില്ലേ, അപ്പോൾ അതിൻ്റെ ഇതും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ആദ്യം ഷീറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പഫ് ഷീറ്റ് റെഡിയാക്കി എടുക്കാറുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ മൈദക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൂരിയുടെ സൈസിലുള്ള ബോൾസാക്കി മാറ്റണം. അപ്പോൾ ഈക്വലായിട്ട് തന്നെ പൂരിയുടെ സൈസുള്ള ബോളാക്കി മാറ്റാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് 20 ബോളാണ് കിട്ടിയിട്ടുള്ളത്. പൂരിയുടെ സൈസുള്ള ഒരു 20 ബോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുക്കാൻ തുടങ്ങാം. നമുക്ക് 10 ലെയറുള്ള 2 ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 20 ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ 10 പൂരിയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 10 പൂരി പരത്തിയെടുക്കണം. അപ്പോൾ ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പൂരിക്ക് പരത്തിയെടുക്കുന്ന പോലെ പൊടിയൊക്കെ വിതറി പരത്തിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ 10 പൂരിയും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ പൂരി വെച്ച് കൊടുക്കുക. ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് എടുക്കണം. എന്നാൽ മാത്രമേ നല്ല ലെയറായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ബട്ടറിൽ പിശുക്ക് കാണിക്കരുത്. നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് കോൺഫ്ലോർ വിതറി കൊടുക്കണം. അപ്പോൾ ബട്ടർ ബ്രഷ് ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോൺഫ്ലോർ ഒന്ന് വിതറി കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത പൂരി വെച്ച് കൊടുക്കുക. ബട്ടർ അങ്ങനെ 10 പൂരി നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ പൂരിയാണ് വേണ്ടത്. ബട്ടർ കോൺഫ്ലോർ അങ്ങനെ ഒന്ന് ലെയർ ചെയ്തെടുക്കുക. അപ്പോൾ അവസാനത്തെ പൂരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ പൊടി വിതറി കൊടുത്തതിന് ശേഷം ആവുന്ന പോലെ നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. ആ ലെയർ വിട്ടു പോകരുത്. അപ്പോൾ ആദ്യം ഒന്ന് പരത്തുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ അത് വിട്ടു പോവുകയും ചെയ്യില്ല, ഒട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോളും. അപ്പോൾ നന്നായിട്ട് ഫ്ലാറ്റായി കിട്ടുന്നവരെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി വിതറണം. ആദ്യം പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബലമൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഷീറ്റ് ഞാൻ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള പിസ്സൻ്റെ പ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഈ ഒരു അളവിലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ ഷീറ്റും റെഡിയാക്കി എടുക്കണം. നമ്മൾ മാറ്റി വെച്ച 10 ബോൾ വെച്ചിട്ട് പരത്തിയെടുക്കുക. അതുപോലെ തന്നെ നല്ല നൈസാക്കി എടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു സവാള, വലിയ സവാള കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക.
പൊടികളൊക്കെ റെഡിയാക്കി കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു 100 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ മസാലയിലേക്ക് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്ലേറ്റിൽ ഒന്ന് ഓയിൽ ക്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തു. നമ്മൾ നേരത്തെ ആ ഒരു അളവ് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ആ ഷീറ്റ്, അപ്പോൾ അത് വെച്ച് കൊടുക്കുക ബേസായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യണം. അപ്പോൾ ഒരു മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നടുവിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. സൈഡിൽ ചെറുതായിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു നടുവിലായിട്ട് ഒരു ചെറിയ ഒരു വട്ടമുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ബൗളെടുത്ത് മാറ്റുക. എന്നിട്ട് ആ ഒരു റൗണ്ടിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ചിക്കൻ ഫില്ലിങ് നടുവിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഓവണല്ല, നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം. ഇപ്പോൾ ഞാൻ വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരു കോലത്തിലായിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേനു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ല ഒരു അടപ്പ് പോലത്തെ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. ഡയറക്റ്റ് ഉപ്പിലേക്ക് വെക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ട് വെക്കണം. അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബൗൾ എടുത്തിട്ടില്ലേ, ആ ബൗളിൻ്റെ ഷേപ്പിൽ മറ്റേ ഷീറ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിൽ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഷീറ്റിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുറ്റും ഒന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ സൈഡിലോട്ടായിട്ട് നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. അതിന് ഈ സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കണം. നമ്മൾ പിരിയെടുക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ. ഫില്ലിംഗ് ഒന്ന് പുറത്തു പോകരുത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിരിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് മുകളിലും സൈഡിലൊക്കെ എഗ് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ചെമ്പ്, അതിലേക്ക് ഇറക്കി വെക്കണം. ഒരു 45 മിനിറ്റിന് മുകളിൽ എന്തായാലും ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ആദ്യം വെക്കുക കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കിയതിന് ശേഷം റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പോൾ എനിക്ക് റെഡി ആയിട്ടുണ്ടായിട്ടില്ല. എനിക്കൊരു 55 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ മൂടി തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്യണം. അതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം എടുത്ത് വെക്കണം, എയറൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കായി കിട്ടിക്കോളും. അതൊന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതായിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഒരു 55 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 2 ഭാഗവും, അതായത് താഴ്ഭാഗം പോലെ തന്നെ മുകൾ ഭാഗവും നല്ല ബ്രൗൺ കളറും നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. ഇതിപ്പം ഓവൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ആ ഒരു ലുക്ക് മാത്രമേ മാറ്റുള്ളൂ ഓവനിൽ ചെയ്യുന്നതും ഓവൻ ഇല്ലാതെ ചെയ്യുന്നതും. പക്ഷെ ടേസ്റ്റ് ഒരു കുറവുമില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് നമ്മൾ തണുത്തിട്ടില്ല ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ പൊങ്ങി പഫ് പോലെ തന്നെ ഇരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ പഫ്സ് വാങ്ങിക്കുമ്പോൾ കാണുന്നില്ല പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള പഫ്സ് തന്നെയാണ്. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് പല ഷേപ്പിലും ചെയ്യാം. ഞാൻ എന്തായാലും നോമ്പിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. കണ്ടില്ല, ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.